വാർത്തകൾ തുടരുന്നു. തരിശുനിലം കൃഷിയോഗ്യമാക്കുന്നതിനും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് തുടർച്ചയായി പ്രഖ്യാപനം നടക്കുമ്പോഴും കൊടകരയിലെ മനക്കുളങ്ങര പാടത്തെ 10 ഏക്കറോളം നെൽകൃഷി വെള്ളമില്ലാതെ ഉണങ്ങുന്നു. 40 വർഷങ്ങളായി തരിശു കിടന്നിരുന്ന നിലം പാട്ടത്തിനടുത്താണ് ജൈവ കൃഷി രീതിയിൽ നെൽകൃഷി ചെയ്തത്. നെൽച്ചെടികളിൽ കതിരുവന്ന് കൃഷി വൻ വിജയത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് വെള്ളം കൊടുക്കാതെ ജലസേചന വകുപ്പും തടയണ തുറന്ന് വെള്ളമൊഴുക്കി കളഞ്ഞ് സാമൂഹിക ദ്രോഹികളും ഇവരെ ദ്രോഹിക്കുന്നത്. കൊടകരയിലെ കർഷകമിത്ര യന്ത്രസേവന കേന്ദ്രത്തിന് കീഴിലെ 5 പേരടങ്ങിയ വനിതാ ഗ്രൂപ്പാണ് മനക്കുളങ്ങര പാടത്തെ 100 പറയോളം തരിശുനിലം പാട്ടത്തിനടുത്ത് ഇക്കുറി കൃഷിയിറക്കിയത്. പൂർണ്ണമായും കാർഷിക യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പരിശീലനം നേടിയ വനിതകൾ ഇവിടെ നിലമൊരുക്കിയതും ഞാറുനടിയിൽ നടത്തിയതും. നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും മറ്റ് ജൈവവളങ്ങളും ഉപയോഗിച്ചാണ് ഇവർ കൃഷി ഇറക്കിയത്. നെൽച്ചെടികളിൽ കതിരു വന്ന സമയത്ത് ജലസേചനത്തിന് സൗകര്യമില്ലാതായത് വനിതാ കർഷകരെ തളർത്തിയിരിക്കുകയാണ്. മനക്കുളങ്ങര തോട്ടിലേക്ക് ചാലക്കുടി വലതുകര കനാലിൽ നിന്നും വെള്ളം തുറന്നുവിടാത്തതാണ് ഇവിടുത്തെ നെൽകൃഷിയെ ഉണക്കുഭീഷണിയിലാക്കിയത്. തോട്ടിൽ അവശേഷിക്കുന്ന വെള്ളം ഇവിടെയുള്ള ചീർപ്പിൽ തടഞ്ഞു നിർത്തി കണ്ടത്തിലേക്ക് തുറന്നുവിട്ടാൽ രാത്രിയിൽ സാമൂഹിക ദ്രോഹികളെത്തി ചീർപ്പിന്റെ പലകകൾ ഊരി വെള്ളം ഒഴുക്കിക്കളയുകയാണെന്ന് കർഷകമിത്ര യന്ത്രസേവന കേന്ദ്രം സെക്രട്ടറി ഇന്ദിര ലോറൻസ് പറയുന്നു. ഈ പ്രദേശത്തെ അപൂർവം ചില കർഷകരെന്ന് പറയാൻ പറ്റില്ല, സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള ആൾക്കാർ, കൃഷിയെ സഹായിക്കുന്നവരാണ് കർഷകരാണ്. കൃഷിയെ ദ്രോഹിക്കുന്നവർ അത് സമൂഹത്തിന് തന്നെ ദ്രോഹം ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ പ്രവർത്തനം മൂലം ഞങ്ങൾക്ക് ചീപ്പിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തുറന്നു കളയുകയും വെള്ളം വേണ്ട സമയത്ത് വെള്ളം തുറന്നു കളയുക, വെള്ളം വേണ്ടാത്ത സമയത്തൊക്കെ കയറ്റിയിടുക. വർഷങ്ങളായി തരിശു കിടന്ന നിലം പാട്ടത്തിനെടുത്ത് വനിതകൾ കൃഷി ഇറക്കിയതും ചെലവില്ലാ പ്രകൃതി കൃഷി വിജയകരമായി നടപ്പാക്കിയതും ഭൂമാഫിയയുടെ അപ്രീതിക്ക് കാരണമായിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ 30 ദിവസമായി ഈ പാടത്തേക്ക് വെള്ളമെത്തിയിട്ടില്ല. കണ്ടങ്ങളിൽ പല ഭാഗത്തും വരണ്ടുണങ്ങി കട്ട വീണ്ട നിലയിലാണ്. ഏതാനും ദിവസങ്ങൾ കൂടി ഈ നില തുടർന്നാൽ കതിരിനു പകരം ഇവിടെ പതിരു കൊയ്യേണ്ട അവസ്ഥയുണ്ടാകും. TCV ന്യൂസ്, കൊടകര. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണ്ണ ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 2600 രൂപയായി. വെള്ളി 10 ഗ്രാമിന് 570 രൂപ, തങ്കം ഗ്രാമിന് 2830 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം പോർക്കുളം പാറയമ്പാടത്ത് ആനയിടഞ്ഞു. ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പാപ്പാനടക്കം 2 പേർക്ക് പരിക്ക്. 4 മണിക്കൂറോളം ഇടഞ്ഞോടിയ ആന മേഖലയിലെ 4 വീടുകൾ തകർത്തു. പീച്ചി ഒളകരയിൽ പുലിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. 4 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലി ആക്രമണത്തിനെതിരെ വനം വകുപ്പിന് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് പ്രദേശവാസികൾ. മാള എരയാങ്കുടിയിൽ ഭൂമാഫിയ നെൽവയൽ നികത്തി കെട്ടിയ കരിങ്കല്ല് ഭിത്തി MLAയുടെ നേതൃത്വത്തിൽ തകർത്തു. ഭൂമാഫിയ നികത്തിയത് പാടശേഖരത്തിലെ 42 സെന്റോളം നെൽവയൽ. നെൽവയൽ നികത്തിയ സംഭവം കൂടുതൽ ജനകീയമായത് TCV വാർത്തയെ തുടർന്ന്. പൊയ്ക്കുതിരകൾ പടയോട്ടം നടത്തുന്ന മച്ചാട് മാമാങ്കം നാളെ. മാമാങ്കത്തിന് ഇത്തവണ നേതൃത്വം നൽകുന്നത് പനങ്ങാട്ടുകര കല്ലമ്പാറ ദേശങ്ങൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ രാത്രി 7. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇമാനുവൽ സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജോസ്കോ ഫാഷൻ ജുവല്ലേഴ്സ്.